ശാങ്കരകൃതികളിൽ ഉൾപ്പെട്ട പ്രശ്നോത്തര രത്നമാലികയിൽ 42-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ അവസാനം നമ്മൾ പഠിച്ചത് 102-ാമത്തെ പ്രശ്നവും അതിനുള്ള ഉത്തരവുമാണ്. കാ ദുർലഭ നരാണാം, മനുഷ്യന്മാർക്ക് ദുർലഭമായത് എന്താണ്? ഹരിഭക്തി, ഈശ്വരഭക്തിയാണ്. പാതകം ചക്കിം, മനുഷ്യന്മാരുടെ പാതകം എന്താണ്? പറഞ്ഞു ഹിംസയാണ്. തുടർന്ന് കോഹി ഭഗവത് പ്രിയ സ്യാദ് യോന്യം നോദ്വേജയത് അനുദ്വിഗ്നഃ. കോഹി ഭഗവത് പ്രിയ സ്യാദ്, ഭഗവാന് പ്രിയപ്പെട്ടത് ആരാണ്? ഭഗവത് പ്രിയ, ഭഗവാന് പ്രിയപ്പെട്ടത്. ഇനി വേണമെങ്കിൽ ഭഗവാനെ അങ്ങേയറ്റം പ്രിയമായി കണക്കാക്കുന്നവൻ ആര് എന്നും അർത്ഥം പറയാം. ഭഗവാൻ പ്രിയ യസ്യ സ ഭഗവത് പ്രിയ, അഥവാ ഭഗവതഃ പ്രിയ, രണ്ട് രീതിയിലും അർത്ഥം പറയാം. അപ്പം ഭഗവാന്റെ പ്രിയപ്പെട്ടതാര്? അതാണ് സാമാന്യമായ എളുപ്പമായ അർത്ഥം. അതുപോലെ ഭഗവാൻ ആർക്ക് പ്രിയപ്പെട്ടവനോ അവൻ ഭഗവത് പ്രിയൻ. രണ്ടായാലും ചോദ്യം ഒന്നാണ്, ഭഗവത് പ്രിയൻ ആരാണ്? മറുപടി യഹ അനുദ്വിഗ്നഃ അന്യം ന ഉദ്വേജയേത്. അപ്പോൾ ഭഗവാന് പ്രിയപ്പെട്ടതാരെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ബാഹ്യമായ സ്ഥൂലങ്ങളായ അർത്ഥങ്ങളൊക്കെ ചിലപ്പോൾ കണക്കാക്കി എന്ന് വരും. വഴിപാടുകളോ പ്രാർത്ഥനകളോ ഹോമങ്ങളോ ഒക്കെ ചെയ്യുന്നവനെന്നൊക്കെ ചിലർ മനസ്സിലാക്കി എന്ന് വന്നേക്കാം. പക്ഷെ ഇവിടെ പറയുന്നത് യഹ അനുദ്വേഗഃ അനുദ്വിഗ്നഃ, അനുദ്വിഗ്നനായ ആൾ, യഹ യാതൊരാൾ, അന്യം ന ഉദ്വേജയേത്, മറ്റൊരാളെ ഉദ്വേഗപ്പെടുത്തുന്നില്ല എങ്കിൽ അയാൾ ഭഗവത് പ്രിയനാണ്. ഉദ്വേഗം എന്ന് പറഞ്ഞാൽ ഞെട്ടലാണ്. ഉദ്വേജയേത് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നു എന്നാണ്. ന ഉദ്വേജയേത് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നില്ല. സ്വയം അനുദ്വിഗ്നനാണ്, ഉറച്ചിരിക്കുന്നവനാണ്. ഈ പ്രപഞ്ചത്തിലെ ഏതേത് ഭാവവികാരങ്ങളാലും വ്യതിചലിക്കപ്പെടാതെ തന്നിൽ ശാന്തഭാവത്തിൽ ഉറച്ചിരിക്കുന്നവനാണ് അനുദ്വിഗ്നൻ. അയാൾ മറ്റൊരാളെ ദ്രോഹിക്കുന്നില്ല, മറ്റൊരാളെ ഭയപ്പെടുത്തുന്നില്ല, മറ്റൊരാളെ ദുഃഖിപ്പിക്കുന്നില്ല. ഈ വിഷയം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാര് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന വാക്യമാണ്, യസ്മാന്നോദ്വിജതേ ലോകഃ ലോകാന്നോദ്വിജതേ ചയഃ. ആരിൽ നിന്ന് ലോകം ഉദ്വേഗത്തെ പ്രാപിക്കുന്നില്ലയോ, ആര് ലോകത്തിൽ നിന്ന് ഉദ്വേഗത്തെ പ്രാപിക്കുന്നില്ലയോ അവനാണ് എൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ. അപ്പോൾ മറ്റുള്ളവരെ ഭയപ്പെടുത്താത്തവൻ, മറ്റുള്ളവരെ ഞെട്ടിപ്പിക്കാത്തവൻ. ചിലരുടെ കാഴ്ചയിൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. ചിലർ സംഭാഷണം ചെയ്യാൻ തുടങ്ങുമ്പോൾ വാ തുറക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാവും, എന്താ ഇയാൾ പറയാൻ പോണത്. അവരുടെ ചെയ്തികളെല്ലാം ലോകോപദ്രവകരമായിരിക്കും, അവരുടെ വാക്കുകൾ ലോകോപദ്രവകരമായിരിക്കും, പ്രവൃത്തികൾ, ചിന്തകൾ. അപ്പം അങ്ങനെയുള്ളവരുടെ സ്മൃതി മാത്രത്തിൽ തന്നെ ലോകത്തിന് ഞെട്ടലുണ്ടാകും. അതില്ലാത്ത ശാന്ത സ്വരൂപൻ, അവൻ ഉദ്വേഗമില്ല, അവൻ ആരെയും ഒട്ട് ഉദ്വേഗിപ്പിക്കുന്നുമില്ല. അങ്ങനെയുള്ള ആളാണ് പ്രിയപ്പെട്ട ഭക്തൻ, അതാണ് ഭഗവത് പ്രിയൻ. വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. തുടർന്ന് കസ്മാസിദ്ധിസ്തപസോ ബുദ്ധിക്വനുഭൂസുരേ കുതോ ബുദ്ധി വൃദ്ധോപസേവയാ കേ വൃദ്ധാ യേ ധർമ്മതത്വജ്ഞാഃ. ഈ ശ്ലോകത്തിൽ ഒന്നാമത്തെ ചോദ്യം, അതായത് മൊത്തം ചോദ്യങ്ങളിൽ 105-ാമത്തെ പ്രശ്നമാണ്. 105-ാമത്തെ പ്രശ്നം, കസ്മാത് സിദ്ധിഹി, എവിടെ നിന്നാണ് സിദ്ധി ഉണ്ടാവുന്നത്? സിദ്ധി എന്ന് പറയുമ്പോൾ ഐശ്വര്യസിദ്ധി എന്നൊന്നും അർത്ഥമെടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ജീവിതത്തിൽ ഏത് മേഖലയിലുമുള്ള വിജയം സിദ്ധിയാണ്. ആവർത്തിച്ച് പറയട്ടെ, ജീവിതത്തിൽ ഏത് മേഖലയിലുള്ള വിജയവും സിദ്ധി തന്നെയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സിദ്ധിയുണ്ട്, കച്ചവടക്കാരെ സംബന്ധിച്ച്, വ്യവസായികളെ സംബന്ധിച്ച്, മറ്റ് തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് സിദ്ധിയുണ്ട്. അപ്പോൾ സിദ്ധി എന്നുള്ളതിന് അനേക തലങ്ങളിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം.
ഇനി ശാസ്ത്രപ്രസിദ്ധമായ അഷ്ടൈശ്വര്യ സിദ്ധികളെല്ലാം ഉണ്ട്. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാകാമ്യം, ഈശിത്വം, വശിത്വം, ഇങ്ങനെയുള്ള അഷ്ടസിദ്ധികളൊക്കെയുണ്ട്. അത് അഷ്ടൈശ്വര്യ സിദ്ധികളാണ്. അതിസൂക്ഷ്മമായ ഭാവത്തെ പ്രാപിക്കുക, അതിനുള്ള കഴിവുണ്ടാവുക. അതിബൃഹത്തായ ആകാരത്തെ പ്രാപിക്കുക, ഒട്ടും ഭാരമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുക, അതിഭാരം ഉള്ള അവസ്ഥയെ പ്രാപിക്കുക, ഇച്ഛിക്കുന്നിടത്തെല്ലാം എത്തിപ്പെടുക, ആഗ്രഹിക്കുന്നതൊക്കെ നേടുക, മറ്റുള്ളവരെ നിയന്ത്രിച്ച് വയ്ക്കുക, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുക. ഇതാണ് 8 ഐശ്വര്യ സിദ്ധികൾ. അപ്പോൾ ഇത്തരം സിദ്ധികളൊക്കെ എവിടെ നിന്നാണ് മനുഷ്യനുണ്ടാവുന്നത്? ഇതാണ് ചോദ്യം. മറുപടി തപസ്സഹ, തപസ്സിൽ നിന്നാണ് സിദ്ധി ഉണ്ടാവുന്നത്. എന്താണ് തപസ്സിൽ നിന്നാണ് സിദ്ധി ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, സിദ്ധിക്കായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ സാധനകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തപസ്സെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തപസ്സിൽ നിന്നാണ് സിദ്ധി. ഈ വിഷയം ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് അടുത്ത പ്രാവശ്യമാവട്ടെ.